Good afternoon. Good afternoon, ma'am. Good afternoon. Okay. എല്ലാരും സുഖമായിരിക്കുന്നോ? ഇപ്പൊ പോയി പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ 3:30 പോയി മാം. 3:30 അല്ലേ? എല്ലാരും ചെയ്ത് നോക്കിയോ? കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മാം. ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. സരിത വന്നിട്ടില്ല. അമ്പിളി പ്രേയർ ചെയ്യോ? ആരാണ് പ്രയർ ചെയ്യുന്നേ? സരിതയായിരുന്നു. ആള് കേറിയിട്ടില്ല. വേറെ ആരെങ്കിലും ചെയ്താൽ മതി. അമ്പിളി ചെയ്യൂ. അമ്പിളി. അതെന്താ മ്യൂട്ടായിണ്ട് മീരെ? ഹലോ പറഞ്ഞോളൂ അമ്പിളി, പറഞ്ഞോളൂ. ഹലോ, ഇത് കേക്കണില്ലേ? കേക്കുന്നുണ്ട്. ആ അമ്പിളി. അമ്പിളി പ്രയർ ചെയ്യുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ ഒന്നും. മ്യൂട്ടായിണ്ട്. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല കേൾക്കുന്നില്ല അമ്പിളി. അതെന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ 2 തവണ ഇപ്പൊ പ്രയർ ഇവിടെ ഇങ്ങനെ ചെല്ലി തുടങ്ങി. അപ്പൊ കേട്ടിട്ടില്ലേ ആരും? നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇല്ല മാം. കേട്ടില്ല. ദൈവമേ, സ്പീക്കർ കംപ്ലൈന്റ് ആണോ? ഞാൻ പറയണത് കേൾക്കുന്നുണ്ട്. നന്മയാകുന്നപ്പോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. താങ്ക് യു മാം. കോഡ്സ് ഞാനാണ്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ച് തന്നെ സഹായിക്കാനാണ്. APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. ഞാൻ ഒരു കഥ പറയാം. കിണറ്റിൽ വീണ കഴുത. ഒരു കർഷകന് വയസ്സായ ഒരു കഴുതയുണ്ടായിരുന്നു. ഒരു ദിവസം കഴുത അബദ്ധത്തിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. കർഷകൻ ഓടിയെത്തി കിണറ്റിലേക്ക് നോക്കി. ഭാഗ്യം, കുഴപ്പമൊന്നുമില്ല.
കഴുത കിണറ്റിൽ എഴുന്നേറ്റ് നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. കർഷകൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പെട്ടെന്ന് അയാൾക്ക് തോന്നി, ഇതൊരു വയസ്സൻ കഴുതയാണ്. ഇവനെ ഇനി രക്ഷപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അയാൾ ഉടൻ തന്നെ വീട്ടുകാരെയും ജോലിക്കാരെയും വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഈ കഴുതയെ എനിക്കിനി വേണ്ട. ഇവനെ ഈ കിണറ്റിൽ തന്നെ ഇട്ട് മൂടിക്കളയാം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അവർ അത് സമ്മതിച്ചു. ഉടൻ തന്നെ ഓരോരുത്തരും കുട്ടകളിൽ മണ്ണ് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി. മുകളിൽ നിന്നും മണ്ണ് വീഴുന്നത് കണ്ട് കഴുത ആദ്യം ഒന്ന് അമ്പരന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കിയില്ല. എങ്കിലും പുറത്തു വീണ മണ്ണ് അവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പോഴതാ വീണ്ടും മണ്ണ് വീഴുന്നു. അവൻ അതും കുടഞ്ഞു കളഞ്ഞു. അങ്ങനെ തൻ്റെ ദേഹത്ത് വീണ മണ്ണ് കിണറ്റിലേക്ക് തന്നെ കുടഞ്ഞു കളഞ്ഞ് അവൻ അതിൻ്റെ മേൽ തന്നെ കയറി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ മണ്ണ് കിണറിന്റെ പുറത്തെത്തുകയും മണ്ണിൽ ചവിട്ടി ചവിട്ടി കഴുത പുറത്തെത്തുകയും ചെയ്തു. ഇത് കണ്ട് കർഷകനും ജോലിക്കാരും അത്ഭുതപ്പെട്ടു പോയി. തന്റെ പുറത്ത് വീണ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് ധൈര്യപൂർവ്വം പ്രവർത്തിച്ചതുകൊണ്ടാണ് കഴുതയ്ക്ക് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലാതെ ആദ്യം തന്നെ മണ്ണ് പുറത്തു വീണപ്പോൾ കഴുത തളർന്നു പോയെങ്കിൽ പിന്നീട് തുരുതുരാ വീഴുന്ന മണ്ണിനടിയിൽപ്പെട്ട് അവൻ ചത്തുപോയേനെ. ഇതുപോലെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. ഓരോ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ ആദ്യം അവയെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടായി അതെല്ലാം കൂടി നമ്മളെ തകർക്കും. കഴുത ചെയ്തതുപോലെ ഓരോ പ്രശ്നവും പരിഹരിക്കുന്നതിനോടൊപ്പം അത് നമ്മുടെ ഉയർച്ചയുടെ ചവിട്ടുപടിയായി കാണുകയും ചെയ്താൽ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയും. താങ്ക് യു മാം. നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന ലെസണിലെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിലെ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് വരെ പറഞ്ഞു. വെൽക്കം മാം, വെൽക്കം ഫ്രണ്ട്സ്. താങ്ക് യു. ഓക്കെ. സോറി മാം, ഞാനാണ് ഇന്ന് പ്രയർ ചൊല്ലേണ്ടിയിരുന്നത്. ഞാന് പൈപ്പില് വെള്ളം വന്നപ്പോഴേ അത് ശരിയാക്കാൻ ഓടണേല് സമയം നോക്കിയില്ല. അതെ, സോറി. ദൈവം കുറെ നോക്കി സരിത വരാൻ വേണ്ടിട്ട്. ഞാൻ 2 തവണ പ്രയർ ചൊല്ലിയിട്ടും കേക്കുണ്ടായിരുന്നില്ല ഇവിടെ. ഓക്കെ, സാരില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് സോറി പറയാണ്. അന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. ധൃതിയായിരുന്നു സത്യം പറഞ്ഞാല്. സോറി മാം കേട്ടോ. വന്നല്ലോ, മാം വന്നല്ലോ, ഞങ്ങൾക്ക് സന്തോഷം. വന്നില്ലേ? തിരക്കിനിടയ്ക്കും ഞങ്ങളെ കാണാൻ വന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. എന്നെ ഇഷ്ടായോ നിങ്ങൾക്ക്? ഇഷ്ടായോ? നേരി കണ്ടപ്പോ ഇഷ്ടായോ? പിന്നെ പിന്നെ സുന്ദരിയല്ലേ? സുന്ദരിയാ, സുന്ദരിയാ. താങ്ക് യു, താങ്ക് യു. സുന്ദരിയാണല്ലേ? ഇങ്ങനെ കണ്ടാത്തന്നെ ഇഷ്ടാവുണ്ട്, അപ്പൊ പിന്നെ നേരില് കണ്ടാ ഇഷ്ടാവില്ലേ? ഇഷ്ടാവല്ലോ. സരിത വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ വന്നിട്ടില്ല മാം. വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? മാമിന് തന്നെ കൺഫ്യൂഷനാ. ആ, അതെ അതെ. സബീനെ ഞാൻ കണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. മൃദുല, പിന്നെ നിത്യ, ഇവരൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫേസ് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ വേറെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ കോൺവെക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. അന്ന് ഹറി പറയായിരുന്നു, പെട്ടെന്ന് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഞാൻ ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കോൾ ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. നമ്മൾ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് വരെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? യെസ് മാം. ഓക്കെ.
നെക്സ്റ്റ് വൺ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. ഒന്ന് റീഡ് ചെയ്യും കേട്ടോ, എന്നിട്ട് ഒരാളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം, അയാൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, റീഡ് ചെയ്തോളൂ. വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. പേജ് നമ്പർ 169 ആണ്. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. പ്രത്യക്ഷ ഒന്ന് റീഡ് ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ചെയ്യാമോ? Visualizing and observing. In this, the teacher shows some teacher aids or models for her efficient teaching, pictures, projects, through filling strips, etc. Here, students are the observers. They observe well and store the message in their mind. If the teacher prepares and shows proper visual things, this type of communication contains showing along with telling or explanation. It accentuates observation of what is shown rather than oral explanation. It occurs when the teacher wants to provide sensory impact and when he feels that the written or spoken words may not be effective. The method of transmission of ideas or information through drawings, models, dramatization, demonstration, films or television are examples of this type of communication. അതായത് കുട്ടികൾക്ക് വിഷ്വലൈസിങ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുമ്പം അത് അവർക്ക് വിഷ്വലൈസ് ചെയ്ത് നമ്മള് ഓറലായിട്ട് പറയുന്നതിലും കൂടുതൽ അവർക്ക് അതിന്റെ ഒരു പിക്ചറോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫിലിമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു റൈം കാണുന്ന രീതിയിൽ അവർക്കത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. കണ്ണിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നതിലും വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവരുടെ മൈൻഡിൽ അത് പതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനായിട്ടുള്ള എന്തെങ്കിലും തിങ്സ് ഒക്കെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത് അത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ അത് പഠിക്കുന്ന കാര്യങ്ങൾ എത്രയും നന്നായിട്ട് മൈൻഡിൽ കയറും എന്നുള്ളതാണ് പറയുന്നത്. മാം, എന്റെ എക്സാമ്പിൾ പറയാം. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അവിടെ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ അസംബ്ലി ടൈമിലും ആ ഒരു തീം വരുന്ന ഡേയ്സിൽ ആ 20 ദിവസവും കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആണ്. ആ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനേക്കുള്ള പോസ്റ്റർ കാണിക്കും. എന്നിട്ട് ഞങ്ങളത് റൈംസിലൂടെയാണ് അവർക്ക് ഓരോ കമ്മ്യൂണിറ്റി, ഇപ്പൊ ഡോക്ടറാണെങ്കിൽ ഡോക്ടറിന്റെ ഒരു റൈം ഉണ്ടാവും, ട്രാഫിക് പോലീസ് ആണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും, ടീച്ചറിനാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും റൈംസ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആ ഓരോ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആയിട്ട് ഞങ്ങൾ വേഷമൊന്നും കാര്യം അന്നത്തെ ദിവസം ഇപ്പൊ ഞാൻ അന്ന് എടുക്കുന്ന ഒരു ഡോക്ടറിനെ കുറിച്ചാണെങ്കിൽ ഞാൻ ചെല്ലുന്ന വേഷം ഡോക്ടറിന്റെ വേഷത്തിലായിരിക്കും ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ശരിക്കും അവർക്ക് അവരുടെ ടീച്ചർ എല്ലാ ദിവസവും ഒരേ രീതിയിൽ വരുന്നു, പെട്ടെന്ന് ഒരു ദിവസം വേറൊരു രീതിയിൽ വരുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്.
അപ്പൊ ആ എക്സൈറ്റ്മെന്റോട് കൂടി ആയിരിക്കും അവര് ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ഏകദേശം ആരാണ് എന്നുള്ളത് അറിയാവുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മാറി അവർക്ക് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അവര് വിഷ്വലൈസ് ചെയ്യാണ് നമ്മളിപ്പം ഒരു ചാപ്റ്ററിൽ ഇന്ന ആളാണ് ഡോക്ടറിന്റെ ജോലി ഇതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും നമ്മളത് പ്രാക്ടിക്കൽ പോലെ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് പെട്ടെന്ന് മൈൻഡിലേക്ക് ആക്കും. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഞങ്ങൾ അന്ന് ശരിക്കും എല്ലാ ടീച്ചേഴ്സും ഡോക്ടറിന്റെ ആണെങ്കിലും ഷെഫിന്റെ ആണെങ്കിലും, അതുപോലെ ഷെഫ് എന്നൊക്കെ പറഞ്ഞ ചില കുട്ടികൾക്കൊന്നും അറിയില്ല ഷെഫ് ആരാണെന്ന്. പക്ഷെ നമ്മൾ ആ ഒരു വേഷത്തിൽ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും. കാര്യം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇന്ന ആളാണ്, നമ്മൾ ആ പിക്ചർ പോസ്റ്ററും കൂടെ കാണിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് അവര് മൈൻഡിലേക്ക് അവര് ഇത് റീഡ് ആവും. അതാണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്നത്. നോട്ട് ബുക്ക് അവിടെ പെട്ടുപോയിട്ടുണ്ട്. എന്താണ്? എന്റെ നോട്ട് ബുക്ക് ഞാൻ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോ എഴുതി വെക്കുമായിരുന്നു, അത് അവിടെ പെട്ടുപോയിട്ടുണ്ട്, മറന്നു എടുക്കാൻ. അന്ന് പ്രാക്ടിക്കലിന് വന്നപ്പോഴേ. ഓ ഓ ഓക്കെ. അവിടെ നിന്ന് ഉണ്ടെങ്കിൽ അവിടെ വെച്ചോളാൻ പറയും. ഓക്കെ, പറയാം. എവിടെയായിരുന്നു മറന്നു വെച്ചത്? നമ്മ അന്ന് പ്രാക്ടിക്കലിന് വന്നില്ലേ, ആ മേശപ്പുറത്ത്. ഞാൻ മൃദുലനെ കണ്ടപ്പോ മൃദുലയുടെ സീറ്റിലോട്ട് പോയത്, അവിടെ വെച്ച് വർത്താനം പറഞ്ഞ് അവിടെ വെച്ചങ്ങ് പോന്നു. പിന്നെ എടുത്തില്ല, മറന്നുപോയല്ലേ? ബിസ്മി എന്ന് പറഞ്ഞ കുട്ടിയും ബുക്ക് വെച്ച് മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു മാം. അസൈൻമെന്റിന്റെ ബുക്ക് അവിടെ തന്നെ വെച്ച് മറന്നുപോയി. ബിസ്മി എന്ന് പറഞ്ഞ കുട്ടി. മാമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിസ്മിയുടെ ബുക്ക്. ആരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായി? അപർണ മിസ്സിന്റെ അടുത്തോ? അതെ. ഓക്കെ. അപ്പൊ അത് അപർണ മിസ് തരും. മുംതാസിന്റെ ബുക്കാണ് കാണാത്തത് അല്ലേ? കൊഴപ്പില്ല, ഞാന് മോക്ക് ടെസ്റ്റ് എഴുതിയതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മോക്ക് ടെസ്റ്റ് പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് എഴുതിയ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ പഠിക്കാനായിട്ട്. അപ്പൊ ഇന്നലെ എടുത്ത് തപ്പിയെടുത്ത് സാധനം കാണാനില്ല. അതെ അല്ലെ, ഞാനൊന്ന് ചോദിച്ചു നോക്കാം ഓഫീസിൽ വിളിച്ചിട്ടേ. നമുക്കറിയില്ല, ഓഫീസില് നിങ്ങൾ വന്ന സ്ഥലത്തല്ല ക്ലാസ് എടുക്കുന്നേ, വേറെ സ്ഥലത്താ. ഞാൻ വിളിച്ചു നോക്കട്ടെ, ഓഫീസിൽ ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് എടുത്തു വെക്കും കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്ങിനെ കുറിച്ച് പറയാനുണ്ടോ? മാം, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം എഫക്റ്റീവ് അല്ലാത്തപ്പോഴാണ് ടീച്ചേഴ്സ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നത്. ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് ടീച്ചറും ഒബ്സർവ് ചെയ്യുന്നത് കുട്ടികളുമായിരിക്കും. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് പറയുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫിലിം വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ കാണിച്ചോ ഒക്കെ ആയിരിക്കും ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതായത് ഇപ്പൊ മൃദുല പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നേരത്തെ പ്രത്യുഷ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിൽ. അതായത് കുട്ടികളുടെ സ്റ്റഡീസിനായാലും ടീച്ചറിന് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് എന്ത് വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ്. അതായത് നമുക്കറിയാം, ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ ഭൂരിഭാഗം കാര്യങ്ങളും ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സിൽ വരിക, ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെക്കുക, കുറച്ച് കാര്യങ്ങൾ പറയാ, നോട്ട്സ് കുട്ടികൾ എഴുതിയെടുക്കും, പിന്നെ ക്ലാസ് അവസാനിക്കുമ്പോൾ ടീച്ചർ തിരിച്ചു പോകും. ഈ ഒരു രീതിയാണ് കൂടുതൽ ക്ലാസ് റൂമിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികളെ, അതായത് അവർ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ആ ഒരു രീതിയാണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്തിട്ട്, അതായത് ഇന്ത്യയിലെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ തലസ്ഥാനങ്ങള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസുകള്, ഇവയൊക്കെ പഠിക്കാനായിട്ട് കുട്ടികളോട് പറയുവാണ്. അപ്പോ ജസ്റ്റ് കുട്ടികളോട് ഇന്നതാണ്, അതായത് ഇത്ര ഏരിയ ഉണ്ട്, അതിനകത്ത് ഈ കുറെ സ്ഥലങ്ങള്, അതായത് നോർത്തിൽ കുറെ സ്ഥലങ്ങളുണ്ട്, സൗത്തിൽ കുറെ സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറയുവാണ്. അപ്പൊ കുട്ടികൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ടാണ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബൈഹാർട്ട് പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിലിരിക്കും. കുറെ നാളത്തേക്ക്, അതായത് ഒരു ലോങ് ടേം യൂസിന് എന്ത് പറ്റില്ല, നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്നത്
നിലനിൽക്കില്ല. കാരണം പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. പക്ഷെ ഈ ഒരു മെത്തേഡ്, അതായത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്നൊരു മെത്തേഡ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാനും അവരുടെ മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ മാപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മാപ്പ് ഒന്ന് നമ്മൾ ബ്ലാക്ക് ബോർഡിന്റെ എവിടെ ഒന്ന് ഹാങ് ചെയ്ത് കഴിയുകയോ അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എന്ത് ചെയ്യുവാണ്, മാപ്പ് വരയ്ക്കുകയോ അതിനുശേഷം ഓരോ സ്ഥലങ്ങളായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാല് കോഡുകളും മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, കുഞ്ഞുങ്ങൾ അത് മറക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ട് മാം. അതൊരു ബെസ്റ്റ് മെത്തേഡ് ആണ്. ഇപ്പൊ നമ്മള് ഈ ഒരു ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതലും നമുക്കറിയാലോ TTC ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ BEd ടീച്ചേഴ്സ് അവരൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന ഒരു രീതിയാണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുറത്തുനിന്ന് വരുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകള് നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല? ഒന്ന് ഓർത്ത് നോക്കി. ഈ TTC ട്രെയിനിങ്ങിനൊക്കെ വരുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അവരുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാകുമ്പോഴും ചാർട്ട് പേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ബുക്കുകളായിട്ടോ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവർക്ക് ബോർ അടിക്കില്ല. ചില കുഞ്ഞുങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉറങ്ങി വീഴുന്നത് കാണാം. അതായത് ടീച്ചർ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു മാത്രം പോവുകയാണ്. അതിനകത്ത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്നും അവരുടെ വിഷയമല്ല. മറിച്ച് അവരുടെ ജോലി അവര് ഫിനിഷ് ചെയ്യുന്നു, അത്രമാത്രം. മറിച്ച് ഈ ഒരു മെത്തേഡിലൂടെ കുട്ടികൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുകയും, അതായത് ഓരോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ എന്താ പറയാ കവിതകൾ കുറേയധികം പോയംസ് ഉണ്ട്, റൈംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ മാപ്പിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ആ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാനും അത് കംപ്ലീറ്റ് ആക്കി അവര് ആ ഒരു കാര്യം ചെയ്യാനും അവർക്ക് സാധിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിലിം സ്ട്രിപ്പ് നമുക്കറിയാം, അതായത് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്കൊരു കഥയോ നോവലോ എന്തെങ്കിലും പഠിക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു കഥ അല്ലെങ്കിൽ നോവൽ നമ്മൾ അത് വായിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളത് വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഫുള്ളും നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ നിന്ന് വരില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്ക്രീനില് ഈ ഒരു സ്റ്റോറി ഇത് സിനിമ ആയിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കാറുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പ്രൊജക്ടർ ഉപയോഗിച്ച് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. പഠിക്കാനുള്ളത് റിലേറ്റഡ് ആയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയാണ്. ഞാൻ കഴിഞ്ഞ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല, 2 കൊല്ലം മുമ്പ് TV-യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂജൻ സാർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതെന്താണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന രീതിയാണ്. പിന്നെ ആടുജീവിതത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. നമ്മള് നോവല് സിനിമയാക്കുന്നു, സിനിമയിൽ അത് കാണുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കണക്റ്റഡ് ആകുന്നു. പക്ഷെ നോവലിൽ ഇല്ലാത്ത കുറേയധികം കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവുന്ന കുറേയധികം കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാല് വിഷ്വലൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് പല പല പിക്ചേഴ്സിലൂടെ ഫിലിം സ്ട്രിപ്സ് അതിലൂടെയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അവരെ വിഷ്വലൈസ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കുട്ടികൾ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ മൈൻഡിലേക്ക് കയറുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേയധികം പറയുന്നതിനേക്കാളും ഇത്തരത്തിൽ, അതായത് നമ്മൾ കുറെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും വിഷ്വലൈസിങ് എന്ന രീതിയിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു എന്താ പറയാ സെൻസറി ഇമ്പാക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന് വളരെയധികം എന്താ പറയാ എഫക്ട്, കാരണം ബ്രെയിനിന് അധികം പണിയെടുക്കണ്ട അല്ലെ? വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന രീതിയിൽ ബ്രെയിനിന് അധികം ജോലി ഉണ്ടോ? നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നത് പോലെ ബുദ്ധിമുട്ടാണോ? അല്ല, ബ്രെയിൻ ഈസി ആയിട്ട് അത് എടുക്കും. അതാണ്
ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന തോന്നുന്നു, ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴും എന്താ പറയാ, വളരെ സേഫ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബോഡി പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാല് നമ്മളെ കൊണ്ട് അധികം ജോലി ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഉറക്കം വരുന്നേ. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ വായിക്കാനായിട്ട് ഇരിക്കുമായിരിക്കും, അപ്പൊ നമുക്ക് 2-3 പാരഗ്രാഫ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും, ബോറടിക്കും. ഇതൊക്കെ എന്താ? അത് ബ്രെയിനിന് ഇഷ്ടമല്ല. ബ്രെയിൻ എപ്പോഴും സേഫ് ആയിട്ട് വളരെ സുഖമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എന്താണ് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ബ്രെയിൻ എന്ത് ചെയ്യും? അതായത് നമ്മളെ ഇപ്പൊ നമ്മൾ കുറെ നേരം ഉറങ്ങുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ 8-9 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങുവാണ്. 10-11 മണിക്കൂറിലൊക്കെ നമ്മുടെ ഉറക്കമാവാണ്. അപ്പൊ നമ്മളെ ആരെങ്കിലും വന്ന് ഉണർത്തുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. കാരണം എന്താ? ബ്രെയിനിന് ഇഷ്ടമല്ല ഇരിക്കാനായിട്ട്. കാരണം സുഖമല്ലേ കിടന്നുറങ്ങാന്ന് പറയാം, യാതൊരു പണി എടുക്കണ്ട. കാരണം ബ്രെയിനിന്റെ പണിയാണ്. നമ്മൾ എടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാലും 3/4 ഭാഗവും ആരാ എടുക്കുന്നത്? ബ്രെയിനാണ് എടുക്കുന്നത്. ഇപ്പൊ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ബ്രെയിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് ബ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചിലപ്പോ എനിക്ക് ഇങ്ങനെ ഉറക്കം വരുന്നത് പോലെ തോന്നും. അപ്പൊ എന്നോട് പറയുവാണ്, നിർത്തു, മതി, എണീറ്റ് പോന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മൈൻഡ് ഉണ്ട് അല്ലെ, എന്റെ മനസ്സുണ്ട്. അപ്പൊ ആ മൈൻഡിൽ ഞാൻ കൺട്രോൾ ചെയ്യണം. ഇത് നടക്കില്ല, കാരണം എനിക്ക് എന്റെ ജോലി പൂർത്തീകരിച്ചേ മതിയാവുള്ളൂ. അപ്പൊ എന്താ പറയാ, നമ്മുടെ മൈൻഡാണ് എല്ലാ കാര്യങ്ങളും. അതായത് നമ്മുടെ മൈൻഡ്, അതുകൊണ്ടാണ് മനസ്സിന് ശക്തി ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സിലാണ് ഒരു കാര്യം ഉറപ്പിക്കുന്നത്. ഇത് ഇന്ന കാര്യം ഞാൻ ഇന്ന് ചെയ്തു തീർക്കും. അപ്പൊ ബ്രെയിന് നമ്മുടെ കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ, അത് ഒട്ടും നടക്കാറില്ല. എന്താണ് മാം പറഞ്ഞാല് എല്ലാം ചെയ്യണമെന്ന് മനസ്സിൽ പല കുറിക്കും, പക്ഷെ ബ്രെയിൻ സമ്മതിക്കുന്നില്ല. ബ്രെയിനാണ് സമ്മതിക്കാത്തത്. ബ്രെയിനാണ് വലുത്, നമ്മുടെ മനസ്സല്ല. നമ്മുടെ മൈൻഡില് നമ്മൾ എന്താകണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മുടെ മൈൻഡാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതിന് ജോലി എടുക്കേണ്ട കടമയാണ് ബ്രെയിനിനുള്ളത്. വിഷ്വലൈസിംഗ് ശരിയാ. പഴയ നമ്മൾ പണ്ട് കണ്ട സിനിമയൊക്കെ ഇപ്പൊ ചോദിച്ചാൽ ഓരോ ഏത് ഇതാണ് വിഷ്വലാണ്, അല്ലെങ്കിൽ ഏത് കഥാപാത്രം ഏത് സമയത്ത് ഏത് സന്ദർഭത്തിൽ എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. പക്ഷെ ഒരു 9th-ലോ 8th-ലോ ഒക്കെ പഠിച്ച ഹിസ്റ്ററിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയുമോ? എന്നെ പോലെ തന്നെയുള്ളവരല്ലേ അറിയില്ല. അപ്പൊ അത് ശരിക്കും നമുക്ക് ഇൻട്രസ്റ്റ്, ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് മൈൻഡിൽ പതിയുന്നോണ്ടല്ലേ നമ്മൾ ആ സിനിമകളൊക്കെ ആണെങ്കിലും ഇപ്പോഴും. ഇപ്പൊ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു സിനിമ എത്ര വർഷം കഴിഞ്ഞ് അമ്മൂമ്മയായാലും ചിലപ്പോ അതിലെ ഓരോ സന്ദർഭങ്ങളും മനസ്സിലുണ്ടാവും. കാര്യം എത്ര പ്രാവശ്യങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ട് അത് വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ, ബ്രെയിനിൽ അത് പതിഞ്ഞിരിക്കും. അതിനൊരു എക്സാമ്പിൾ തന്നെയല്ലേ? അതെ അതെ, അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നും ഇല്ലേ? ചില സമയത്ത് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നും. ഭയങ്കര മധുരത്തോടൊക്കെ ഭയങ്കര ആക്രാന്തം എന്നാ പറയുന്നത്. ഇഷ്ടം എന്നല്ല പറയാ, ആക്രാന്തം അല്ലെങ്കിൽ ആർത്തി എന്നൊക്കെയാ പറയുന്നത്. ഇതും ബ്രെയിനിന്റെ ഒരു കളിയാണ്. കാരണം നമ്മുടെ ബ്രെയിനാണ് നമ്മളോട് പറയുന്നത് ഇത് വേണം. മാമിനോട് ചോദിച്ച ചോദ്യം മിസ്സിനോട് ചോദിക്കട്ടെ, മൈൻഡ് എവിടെ ഇരിക്കണേ? എനിക്കറിയില്ല കേട്ടോ, ചില കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. നമ്മുടെ എല്ലാ കോശങ്ങളിലും മൈൻഡ് ഉണ്ട്. എല്ലാ കോശങ്ങളിലും ഉണ്ട് അല്ലേ? എല്ലായിടും ഉണ്ട്. ഞാൻ ആദ്യം എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറയും തലയിലാന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു, തലയിലല്ല. തലയിലല്ല. അപ്പൊ എല്ലാ കോശങ്ങളിലും നമ്മുടെ മൈൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്റെ മനസ്സെന്ന് പറയുമ്പോ നമ്മള് പെട്ടെന്ന് ഹൃദയത്തിലല്ല അടിക്കണത്. എല്ലാ കോശങ്ങളും. ക്ഷമാവിനോട് ചോദിച്ചപ്പോ ക്ഷമം പെട്ടു. ക്ഷമ അറിയത്തില്ല, അറിയില്ലാന്ന് പറഞ്ഞു. പുതിയൊരു അറിവാന്ന് പറഞ്ഞു. എന്താണ്? ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും സാധനം, അതായത് മധുരത്തോട് ഭയങ്കര ക്രേവിങ്സ് നമുക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ തോന്നാറുണ്ട്, ചോക്ലേറ്റ് കഴിക്കാൻ തോന്നാറുണ്ട്. അപ്പൊ തോന്നല് വരുന്നത് എവിടെന്നാ? നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ മനസ്സ് അതിനെ കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ, അതായത് നമ്മളോട് ഇങ്ങനെ പറയും നീ അത് കഴിക്കൂ. ഒരു ചോക്ലേറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കാണുമ്പോൾ കഴിക്കൂ എന്നാണ് ബ്രെയിൻ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് കൊണ്ട് അത് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൺട്രോൾ വരുള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ അതിനോട് ക്രേവിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ മൈൻഡ് എപ്പോഴും കൺട്രോൾ ആയിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ദേഷ്യം വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാണ്, നമ്മള് മൈൻഡ് കൺട്രോൾ ചെയ്യുക. അമ്പിളി എന്താണ് പറയാനുള്ളത്? മേഡം ഈ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പോവാറുണ്ടോ? എന്താണ് കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല അമ്പിളി. ഓക്കെ, അപ്പൊ വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് മനസ്സിലായല്ലോ. ഡ്രാമാറ്റൈസേഷൻ, ഡെമോൺസ്ട്രേഷൻ, അതുപോലെ തന്നെ ടെലിവിഷൻ, പിന്നെ മോഡൽസ്, ഡ്രോയിങ്സ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്, അതായത് നമ്മള് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആദ്യം ക്ലാസ് ഒക്കെ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കുട്ടികളെ കൂടുതൽ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന രീതിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എപ്പോഴും അത് തന്നെ പിന്തുടരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എന്നാൽ ആദ്യമായിട്ടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ കുട്ടികളെ കയ്യിലെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. കുട്ടികൾക്ക് ബോർ അടിക്കില്ല. അപ്പൊ ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യോ? ചെയ്യും. ഓക്കെ, ഒരു ചാപ്റ്റർ ആണെങ്കിൽ തന്നെ അത് കഥയിലൂടെയോ പാട്ടിലൂടെയോ ഒക്കെ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊക്കെ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്ങിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. റൈറ്റിംഗ് ആൻഡ് റീഡിങ്. ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്തോ? നിത്യം പ്രജീഷേ ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. Writing and reading. To make her teacher suitable, without doubt, the teacher writes her information on the blackboard legibly. Then the students are reading first and start writing in their notebooks.
After that, the students submit their assignments to the teacher. She goes through it. Here, the teacher is the reader to check whether the students will get the messages right or not. If they make a mistake, she should correct them. This type of communication in the classroom guides the students to do their work carefully. Through this communication, we can easily find out how the teacher found out how the teacher would pass her information to the students. When a teacher is shared with a class, she is not only concerned with the batch of students but also the entire classroom. ഇതിൽ ആദ്യം പറയുന്നത് ഡൗട്ട് ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങള് ആദ്യം ബ്ലാക്ക് ബോർഡിൽ വ്യക്തമായി എഴുതുക. അപ്പൊ അതിനെ തുടർന്ന് സ്റ്റുഡൻസ് ആദ്യം അത് വായിക്കും, പിന്നെ അവരുടെ നോട്ട്ബുക്കിൽ അത് നോക്കി എഴുതാൻ തുടങ്ങും. അതിനുശേഷം അവരവരുടെ അസൈൻമെന്റ്സ് ഒക്കെ ടീച്ചർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യും. ടീച്ചർ അത് ചെക്ക് ചെയ്യുന്നു. പിന്നെ സ്റ്റുഡൻസിന് കൃത്യമായ മെസ്സേജസ് ഒക്കെ ലഭിക്കുന്നുണ്ടോന്ന് പരിശോധിക്കുന്ന ഒരാളാവണം അവരുടെ ടീച്ചർ. അവർക്ക് തെറ്റ് പറ്റിയാല് ടീച്ചർ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ക്ലാസ് റൂമിലെ ഇത്തരത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിന് അവരുടെ വർക്കുകൾ, ക്ലാസ്സിൽ ചെയ്യേണ്ട വർക്കുകളൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ടീച്ചേഴ്സിന്റെ ഇൻഫർമേഷൻ എങ്ങനെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാം എന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ എൻഗേജ് ചെയ്യുമ്പോൾ അവര് ഒരു കൂട്ടം സ്റ്റുഡൻസിൽ നിന്ന് മാത്രമായിട്ടല്ല, ഒരു മുഴുവൻ ക്ലാസ് റൂമിലും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ എന്ന് പറഞ്ഞത് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ബോർഡിൽ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നു. സ്റ്റുഡൻസ് ആദ്യം അത് റീഡ് ചെയ്തിട്ട് പിന്നീട് അവരുടെ നോട്ട്ബുക്കിലേക്ക് അത് പകർത്തുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ അസൈൻമെന്റ് പോലുള്ള കാര്യങ്ങൾ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ടീച്ചർ അത് ചെക്ക് ചെയ്യുന്നു. ടീച്ചർ അതായത് കുട്ടികൾ എഴുതിയിരിക്കുന്ന കാര്യം അതായത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നു. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ ഗൈഡ് ചെയ്യാണ്. ഓക്കെ, അതായത് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ എന്താ പറയാ, നമ്മൾ ആദ്യം കണ്ട റീഡിംഗ് കമ്മ്യൂണിക്കേഷൻ പോലെ സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് അല്ല, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് അല്ല. ഇത് വേറൊരു തരം എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ കെയർഫുൾ ആയിട്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർ എഴുതുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾ അത് നോട്ട്ബുക്കിലേക്ക് പകർത്തുന്നുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം. ആ ഒരു രീതിയാണ്. നമുക്ക് ഫുള്ളായിട്ട് ഇത് എന്താ പറയാ, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്നൊരു രീതിയെ പോലെ ഫുള്ളായിട്ട് 100% ഇത് നമുക്ക് സക്സസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു മറന്നു പോകും. ആ ഒരു രീതിയാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഈ മൂന്നുമാണ് നമ്മുടെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ. വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യണം കേട്ടോ. ആ പേജ് മുഴുവനും ആണോ മാം? ആ പേജ് മുഴുവനും വായിക്കണം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. നോക്കിയ നിങ്ങള് ഇൻ എനി ക്ലാസ് റൂം ടീച്ചിങ് ഈസ് ഡൺ ത്രൂ ദ ഫോളോവിങ് വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഏതൊരു ക്ലാസ് റൂമിലായാലും നമ്മൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പേരിൽ തന്നെ ഉണ്ട്. ആരാണ് ഇതിനകത്ത് മുഖ്യ ക്യാരക്ടർ എന്ന് പറയുന്നത്? ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടീച്ചറാണ് അല്ലേ? When the teacher introduces the lesson, when he explains, demonstrates a skill, when he talks, lectures about a theme, when he sum up a lesson. അതായത് ക്ലാസ്സിൽ ടീച്ചർ വരുന്നു, ടീച്ചർ ഒരു ലെസനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഒരു ലെസണിന്റെ ഡീറ്റെയിൽസ് പറയുന്നു, പിന്നീട് അതിന്റെ തീം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നീട് ആ ചാപ്റ്റർ അല്ലെങ്കിൽ ആ ലെസൺ സമ്മപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു ചാപ്റ്റർ എടുക്കുന്നു. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ചാപ്റ്റർ, ആ ചാപ്റ്ററിനെ കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയും, അതിനുശേഷം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയും, പിന്നീട് അതിന്റെ തീമിനെ കുറിച്ച് പറയും, അതിനുശേഷം അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഈസ് ഓൾവേസ് ഫോഴ്സ്ഫുൾ. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് നിർബന്ധിതയാണ്. അതായത് ആ ടീച്ചർ ആ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ്ഫുൾ ആണ്. ടീച്ചർ ആ ക്ലാസ് എടുത്താലേ മതിയാകൂ എന്നാണ് പറയുന്നത്. നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഈ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ ലേണേഴ്സ് അഥവാ സ്റ്റുഡൻസിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ലിസൺ ആണ്. അതായത് കേൾക്കുക എന്നുള്ളതാണ് ഈ സ്റ്റുഡൻസിന്റെ ജോലി എന്ന് പറയുന്നത്. ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ അമംഗ് ദി സ്റ്റുഡൻസ് ദംസെൽവ്സ്. അതായത് മറ്റുള്ള കുട്ടികളുമായിട്ടോ ടീച്ചറുമായിട്ടോ എന്ത് ചെയ്യുന്നില്ല സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി മറ്റേ കുട്ടിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ടീച്ചറുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വരുന്നു, ചാപ്റ്റർ എടുക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നു, അത് സമപ്പ് ചെയ്യുന്നു, ടീച്ചർ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അവിടെ കുട്ടികൾക്കിടയിലോ അല്ലെങ്കിൽ കുട്ടികളും ടീച്ചറും ഇടയിലോ യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും നടക്കുന്നില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെയാണ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? കോളേജുകളിലൊക്കെ സാധാരണ അങ്ങനല്ലേ മിസ്സേ? കോളേജുകളിലൊക്കെ അല്ലേ? ഓക്കെ, ശരിയാണ്. ചാപ്റ്റേഴ്സ് തീരാറാവുമ്പം എല്ലാ ടീച്ചേഴ്സും ഈ ലെക്ചർ ബേസ്ഡ് ആണ് മാം യൂസ് ചെയ്യുന്നത്. അത് ശരിയാണ്. ചാപ്റ്റേഴ്സ് തീരാറാകുമ്പോൾ എല്ലാ ടീച്ചേഴ്സും ലെക്ചർ ബേസ്ഡ് ആണ്. അതായത് കോളേജിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഉറക്കവും വരിക. അതെ അതെ, ശരിയാണ്. അവര് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലെ, ബാക്കിയുള്ളവരൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, ശരിയാണ്. എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലോ ഏതെങ്കിലും ഒരു ടീച്ചറെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ടുണ്ടോ? ഉണ്ട് മാം. ഞാൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ലോജിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ശരിക്കും അത് സർക്യൂട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് മൊത്തം വരുന്നത്. ശരിക്കും ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഒരു മിസ് ഉണ്ടായിരുന്നു. മിസ് അതുപോലെ ലെക്ചർ നോട്ട് ബോർഡിൽ ഡയഗ്രാംസ് ഒക്കെ വരച്ചിടും. ജസ്റ്റ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായോ ഇതൊന്നും ചോദിക്കത്തില്ല. 3/4 മണിക്കൂർ, ഒരു ഹാഫ് ആൻ അവർ അല്ല, 1 hour ഒക്കെ ആയിരിക്കും ഒരു ക്ലാസ് വരുന്നത്. 5 പറഞ്ഞാലും പകുതി സമയം എല്ലാവരും ഉറങ്ങുമായിരിക്കും. കാര്യം ഒന്നാമതെ ഭയങ്കര ബോറിങ് ഒരു ഇതാണ്. അതിന്റെ കൂടെ ഒരു ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റോ അങ്ങനത്തെ തമാശ പറയുകയോ അങ്ങനത്തെ ഇതൊക്കെ എടുക്കുന്ന ടീച്ചേഴ്സ് കൂടുതലും പിള്ളേരെ ആക്റ്റീവ് ആക്കാൻ നോക്കും. വലിയ കുട്ടികളാണെങ്കിൽ പോലും കുറച്ചൊരു ഇടയ്ക്ക് എന്തെങ്കിലും തമാശ ഒക്കെ പറഞ്ഞിട്ട്
അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. അതേപോലെ തന്നെ ഇതിന് എതിരായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടെ പുള്ളിക്കാരി ക്ലാസ്സിൽ ഡാൻസ് കളിക്കും, ഞങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ഇംഗ്ലീഷാ പഠിപ്പിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്ലാസ് ആയിരുന്നു. മറ്റേ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ എല്ലാവരും മിക്കവാറും ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആയിരിക്കും അത് വരുന്നത്. എല്ലാവരും ഇന്ന് ഉറങ്ങും. അതാണ് എന്റെ ഒരു അനുഭവം. അതാണ് ഷെയർ ചെയ്യാൻ പറ്റില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങൾ +2 പഠിക്കുമ്പോ ഹിസ്റ്ററിന്റെ ഒരു സാർ ഉണ്ടായിരുന്നു. പുള്ളി വന്ന് ഗൈഡ് ഇങ്ങനെ വായിക്കും, ഞങ്ങളുടെ അടിവാരിട്ട് ഇങ്ങനെ പോവാനും പറയും. ഭയങ്കര ബോറായിരുന്നു. അപ്പൊ ഒരു കുട്ടി മുന്നിൽ തന്നെ ഇരുന്ന് ഉറങ്ങണ കണ്ടപ്പോ സാറ് പിടിച്ചു, നിന്നോട് അടിവര ഇടാനല്ലേ പറഞ്ഞത് പറയുമ്പോ അവൻ ആ ബുക്ക് ഫുൾ അടിവര ഇട്ടിട്ടുണ്ട്. പഠിപ്പിക്കാനുള്ള പാടൊക്കെ അതെ. ഓക്കെ. പിന്നെ വേറെ ആർക്കാണ് എക്സ്പീരിയൻസ്? എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ എക്സ്പീരിയൻസ് അല്ലേ? പറയുന്നില്ലെന്നേ ഉള്ളൂ, ആണോ? ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതൊന്ന് റീഡ് ചെയ്യും കേട്ടോ. ആ റീഡ് ചെയ്തായിരുന്നല്ലോ നേരത്തെ. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ കുട്ടികൾ പറയും. ഇവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾ ഹാൻഡ് റൈസ് ചെയ്യും. അതിനനുസരിച്ച് ടീച്ചർ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് നോട്ട് ഓൾവേസ് ഡോമിനന്റ്. ടീച്ചർക്ക് ഇവിടെ ആധിപത്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതായത് നമ്മള് നേരത്തെ പറഞ്ഞ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ടീച്ചർ ഒരു ചാപ്റ്റർ എടുക്കുന്നു, കുട്ടികൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരത് ചോദിക്കുന്നു, തിരിച്ച് ടീച്ചർ അതൊരു ആൻസർ പറയുന്നു. ടീച്ചർ എന്ന് പറയുന്ന ആള് അല്ല ഇവിടെ ഡൊമിനന്റ് ആയിട്ടുള്ളത്, മറിച്ച് കുട്ടികൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത്. ദാറ്റ് ഈസ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് വീക്ക് അല്ലെ. അതോടുകൂടി നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ നമ്മുടെ അശ്വതി മിസ്സിനോട് ഒരു ക്ലാസ്സും കൂടി ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ക്ലാസ് പറ്റില്ല ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോ ഞാൻ നെക്സ്റ്റ് വീക്ക് ഈ ആഴ്ചയല്ല കേട്ടോ, നെക്സ്റ്റ് വീക്ക് അശ്വതി മിസ് ഉണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ്, അതിന്റെ ക്ലാസ് ഞാനായിരിക്കും എടുക്കുന്നത്. അങ്ങനെ 2 ക്ലാസ്സും കൊണ്ട് നമുക്കിത് ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ സ്കീമിന്റെ ക്ലാസ് ഉണ്ട് ലാംഗ്വേജ് ഏരിയയില് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട്. അതിന് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് വെക്കാം. അതെന്നാണെന്ന് അറിയിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും കയറില്ലേ ക്ലാസ്സിന്? ഓക്കെ. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം കേട്ടോ. ഓക്കെ. സൈൻ ഔട്ട് ചെയ്തോളൂ. സൈൻ ഔട്ട് ഞാനാണ് പ്രതീക്ഷ. ഇന്ന് നമ്മള് പഠിച്ചത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. സ്പീക്കിംഗ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. അതിൽ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, ഇതാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചത്. അത് വിഷ്വലൈസിങ് കുട്ടികളെ വിഷ്വലൈസ് ചെയ്ത് കൂടുതലും ലെക്ചറായിട്ട് പഠിപ്പിക്കാതെ കൂടുതലും പിക്ചേഴ്സും അതുപോലെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ച് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൂടുതലും മനസ്സിലാവുന്ന ഒരു ഇതാണെന്നാണ് മാം ഇന്ന് പറഞ്ഞു തന്നത്. രണ്ടാമത് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. ടീച്ചർ ബോർഡിൽ എഴുതുന്ന അനുസരിച്ചിട്ട് കുട്ടികൾ അത് പകർത്തി എഴുതുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സ് ഒക്കെ വെക്കുന്നു. അത് കൂടുതലും നല്ല രീതിയിൽ ഈ 3 ഇതിലും ഏറ്റവും നല്ലത് വിഷ്വൽ ആൻഡ് ഒബ്സർവിങ് എന്നുള്ള ഒരു മെത്തേഡാണ്. പിന്നെ പഠിച്ചത് നമ്മൾ വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ നമ്മൾ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനും ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനും നോക്കി. ലെക്ചർ ബേസ്ഡ് അതിൽ ടീച്ചറിനാണ് റോൾ ഉള്ളത്. ടീച്ചർ നോട്ട്സ് അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ഭാഗങ്ങൾ
പറഞ്ഞു കൊടുക്കുന്നു. അവിടെ കുട്ടികൾ വെറും ലിസണേഴ്സ് മാത്രമായിരിക്കും. അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമത് പറഞ്ഞ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അതനുസരിച്ചിട്ട് ടീച്ചർ അതിനുള്ള ആൻസറുകൾ പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾക്ക് അത് മനസ്സിലാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അമ്പിളിയുടെ പ്രയറും നിത്യയുടെ കഥയൊക്കെ നല്ലതായിരുന്നു. എല്ലാവർക്കും എല്ലാ ക്ലാസ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രത്യുഷ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കേട്ടോ. മാം, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിലെ മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ലേ? വിട്ടുതരാം കേട്ടോ, എല്ലാവർക്കും വിട്ടുതരാം. ഓക്കെ, വൈകാതെ തന്നെ ഇടാം കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ അപർണ മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ. മാം